നമസ്കാരം. ഈ വർഷത്തെ ഏറ്റവും വലിയ ക്ലാഷ് റിലീസ് എന്നുള്ള പേരിൽ എത്തിയ രണ്ട് സിനിമകളാണ് തമിഴിൽ നിന്നുള്ള കൂലിയും അതുപോലെ ഹിന്ദിയിൽ നിന്ന് വാറിന്റെ സീക്വൽ ആയിട്ടുള്ള വാർ 2. കൂലിക്ക് നല്ല രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നു. കാരണം ലോകേഷ് കനകരാജും അതുപോലെ തന്നെ രജനികാന്ത് ഒന്നിക്കുന്ന സിനിമ എന്നുള്ള രീതിയിൽ കൂലിക്ക് നല്ല രീതിയിൽ ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ വാർ 2-ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ IMDb റേറ്റിംഗിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. കുറെ നാളുകളായിട്ട് കൂലി തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. രണ്ടാം സ്ഥാനത്ത് വാർ 2 ഉണ്ടെങ്കിലും വാർ 2-നെക്കാട്ടിലും ഒരുപാട് മുന്നിൽ കൂലി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ രണ്ട് സിനിമയും റിലീസായി. രണ്ട് സിനിമയ്ക്കും കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് റെസ്പോൺസ് തന്നെയാണ്. കുറച്ച് ആളുകൾ പറയുന്നുണ്ട് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ ഈ പറയുന്ന കൂലിക്കാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ആളുകൾ നല്ലതെന്ന രീതിയിൽ പറയുന്നത്. വാർ 2-നെക്കാട്ടിലും കൊള്ളാമെന്ന് അവിടെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. തിയേറ്റർ റെസ്പോൺസ് വന്ന സമയത്ത് കൂലിക്കാണ് കുറച്ചുകൂടി മുൻതൂക്കം. അതേസമയത്ത് വാർ 2 എന്ന് പറയുന്നത് വെറും ഒരു വേസ്റ്റ് പടമായിട്ട് മാറി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ക്ലാഷ് റിലീസായിട്ട് വന്ന ഈ രണ്ട് സിനിമകളുടെയും കളക്ഷൻ നമുക്ക് ക്ലാഷ് ആയിട്ട് തന്നെ നോക്കാം എന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ്. വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ആദ്യം വാർ 2-ന്റെ കളക്ഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. വാർ 2-ന് ആദ്യ ദിവസം വേൾഡ് വൈഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് 80 കോടി രൂപയാണ്. എല്ലാം കൂടി ആഗോള തലത്തിൽ 80 കോടി രൂപയാണ് വാർ 2-ന് വേൾഡ് വൈഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതിൽ 62 കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്നുള്ള കളക്ഷൻ. ഇന്ത്യയിലെ എല്ലാ ഭാഷകളും കൂടി ചേർത്തിട്ട് 62 കോടി രൂപയും ഓവർസീസിൽ നിന്ന് 18 കോടി രൂപയുമാണ് വാർ 2-ന് ഇന്നലത്തെ ഫസ്റ്റ് ഡേ കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് പിന്നെ ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദിയിൽ നിന്ന് 29 കോടി രൂപ, തമിഴിൽ നിന്ന് 25 ലക്ഷം രൂപ, തെലുങ്കിൽ നിന്ന് 22 കോടി 25 ലക്ഷം രൂപ. വാർ 2-ന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 54 ലക്ഷം രൂപ മാത്രമാണ്. വളരെ പൂർ ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. 54 ലക്ഷം രൂപ മാത്രമാണ് വാർ 2-ന് ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് വാർ 2-ന്റെ കളക്ഷൻ വന്നേക്കുന്നത്. അത്യാവശ്യം മാന്യമായിട്ടുള്ള കളക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം വാർ 2-ന്റെ. ഇനി കൂലിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂലിക്ക് ആദ്യ ദിവസം വേൾഡ് വൈഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് 151 കോടി 75 ലക്ഷം രൂപയാണ്. അപ്പൊ തന്നെ ഓർക്കുക അതിന്റെ ഹൈപ്പ് എത്രത്തോളം ഉണ്ട്. 151 കോടി 75 ലക്ഷം രൂപ. അതിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടിയത് 76 കോടി 75 ലക്ഷം രൂപയാണ്. ഓവർസീസിൽ നിന്ന് 75 കോടി രൂപ. അങ്ങനെ മൊത്തം വേൾഡ് വൈഡ് ആയിട്ട് 151 കോടി 75 ലക്ഷം രൂപയാണ് കൂലിയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ. ഇനി ഓരോ ഭാഷ തിരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തമിഴിൽ നിന്ന് ആദ്യ ദിവസം 44 കോടി 50 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയിരിക്കുന്നത്. തമിഴിൽ നിന്ന് മാത്രം 44 കോടി 50 ലക്ഷം രൂപയും ഹിന്ദിയിൽ നിന്ന് 4.5 കോടി രൂപയുമാണ് ഈ സിനിമ നേടിയിരിക്കുന്നത്. തെലുങ്കിൽ നിന്ന് 15 കോടി 50 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയിരിക്കുന്നത്. കർണാടകയിലെ കണക്ക് കൃത്യമായിട്ട് നമുക്ക് ഇപ്പോൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. അത് വരുമ്പോൾ എന്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നതായിരിക്കും. കേരളത്തിലെ ഫസ്റ്റ് ഡേ കളക്ഷൻ 9 കോടി 75 ലക്ഷം രൂപയാണ് കൂലിയുടെ. ഡബിൾ ഡിജിറ്റ് വന്നിട്ടില്ല. 9 കോടി 75 ലക്ഷം രൂപയാണ്. ഒരു രജനീകാന്ത് ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം രജനീകാന്തിന്റെ ഒരു സിനിമ പോലും ഇതുവരെ ഈ ഒരു കളക്ഷൻ നേടിയിട്ടില്ല. അപ്പൊ ഇത് രജനീകാന്ത് സിനിമകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ റെക്കോർഡാണ്. അപ്പോൾ ഇത് ഇനിയും പിന്നെ വാർ 2-ന്റെ കാര്യവും അതുപോലെ കൂലിയുടെ കാര്യം ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പോകുന്നുള്ളത് കണ്ടറിയണം. നോർത്ത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു കൂലി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടുത്തെ ആളുകൾക്ക് ഒരു കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ തിയേറ്റർ റെസ്പോൺസ് കണ്ടിട്ട്. കാരണം വാർ 2 കണ്ടതിന് ശേഷമാണ് കാണുന്നത്. വാർ 2 ആയിരുന്നു അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ അതിനേക്കാളും എത്രയോ ഭേദമാണെന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. അപ്പോൾ ഇനിയുള്ള കളക്ഷൻ വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാം.